ഹലോ, ഞാൻ സുനി സജീവ്. രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഒറ്റ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ കൃപയാൽ സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുപുരം നിറയ്ക്കട്ടെ. ദീർഘായുസ് പൂർണ്ണ ആരോഗ്യം തന്ന തൃപ്തി വരുത്തട്ടെ. ഭൂമിയിലേക്ക് ജീവിക്കാൻ ഒരു തവണയായിട്ട് നമുക്ക് അവസരം കിട്ടണേ. സമയം തക്കത്തി വിനിയോഗിക്കുക. ദൈവത്തെ എപ്പോഴും സ്തുതിച്ച് ആരാധിക്കുക. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കി എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്നിട്ട് നമ്മളിലേക്ക് വിട്ടേക്കണേ. അപ്പോൾ നമ്മൾ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുക. ഒരു വചനം വായിക്കാവേ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ജഡസ്വഭാവം മരിപ്പിച്ച് ക്രിസ്തു യേശുവിൻ്റെ വചനം കേൾക്കുമ്പോൾ എല്ലാവരെയും സ്നേഹിക്കണം, മറ്റുള്ളവരെ ദ്രോഹിക്കരുത്. ഇങ്ങനെ കേൾക്കുമ്പോൾ അത് നമുക്കിങ്ങനെ അത് തന്നെ കേൾക്കുമ്പോൾ നമുക്കടെ ആ ചീത്ത സ്വഭാവം കുറേ മാറിക്കോളും. കുറേ അല്ല, പൂർണ്ണമായിട്ട് മാറ്റും. പരിശുദ്ധാത്മാവ് മാറ്റി തരും. നല്ലൊരു യേശുവിൻ്റെ സ്വഭാവമാക്കി തരും കേട്ടോ പരിശുദ്ധാത്മാവ്. നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതിയേ. അപ്പോൾ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റയിലും, യൂട്യൂബിലും ഇങ്ങനെ ലൈക്ക് ചെയ്യാത്തവരും ഇങ്ങനെ ഷെയർ ചെയ്യാത്തവർ ഒക്കെ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളെ നോക്കി നമ്മൾ സമ്മാനം എടുക്കാത്ത എന്ത് ഗിഫ്റ്റ് വൗച്ചർ 1000 റുപ്പീസിൻ്റെ അത് ഈ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. ആ റണ്ണിങ്ങിൻ്റെ വീഡിയോ പറയാം. ഇന്നലെ മറന്നേക്കല്ലോ. എനിക്കിതൊക്കെ എടുക്കലൊക്കെ അവരുടെ പരിപാടിയാണ്. എനിക്കതൊന്നും അറിയാൻ പാടില്ല. സത്യം പറഞ്ഞാൽ അറിയാൻ പാടില്ല കാര്യം പറഞ്ഞേക്കാം. പിന്നെ നമ്മുടെ ഗോൾഡ് സ്കീമിൽ ചേർന്ന ആരും മറക്കരുത്. സ്വർണത്തിൻ്റെ വില വാണക്കുറ്റി പോലെ ഇങ്ങനെ കുതിക്കുവാണ്. ഇങ്ങനെയല്ല, അതിപ്പോൾ ഞാനും ഇങ്ങനെ എനിക്കിങ്ങനെ കുറയുമായിരിക്കും കട തുടങ്ങിയ കാലത്ത് എങ്ങനെ ചിന്തിച്ച് ഞാൻ പറയണില്ല എത്ര രൂപ നഷ്ടം വന്നതെന്ന്. അത്രയ്ക്ക് 1 CR നഷ്ടം വന്നു. നമ്മൾ ആ മേടിക്കേണ്ട സമയത്തിന് ആ സമയം മേടിക്കാണ്ടിരുന്നിട്ട്. അപ്പം നമ്മളങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കയറിപ്പോയി. പിന്നെ നമ്മളത് തന്നെ ചിന്തിച്ച് ടെൻഷൻ അടിക്കും. അത് നോക്കണ്ട, സ്കീമിൽ കൂടും. അപ്പോൾ വില കയറുന്നത് നമുക്കൊരു കയറുമല്ലോ. ഞാൻ സ്കീമിൽ കൂടിയിട്ടുണ്ട്, ഒരാശ്വാസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ ആട്ടോ. കുറേ നല്ല സാരികൾ നമ്മൾ സാരിയെല്ലാം സെലക്ട് ചെയ്ത് പറക്കി ഉള്ളതാട്ടോ. ഇത് ഒറിജിനൽ ടെസറാട്ടോ. ഒറിജിനൽ ടെസറാണ്. അതിലൊരു സിൽവർ ഇതാട്ടോ, ആൻറ്റിക് ഒരു സിൽവർ ഒറിജിനൽ ടെസറാണ്. ഒരു മിക്സിങ്ങും ഇല്ലാത്ത ഒറിജിനൽ ടെസറാണ്. പുതിയ എംബ്രോയ്ഡറിയും പുതിയ പ്രിൻ്റൊക്കെ ടെസറിന് പുതിയത് വന്നേക്കണേ. 4899 4899 4890 പ്ലെയിൻ ബ്ലൗസ് പീസ്. ഇത് വേറെ ഒരു എല്ലാം യൂണീക്ക് പീസുകളാണ്. ഇതിലൊരു ഇങ്ങനെ ഒരു വരവരയുണ്ട് കേട്ടോ, സ്ട്രൈപ്സ് പോലെയുണ്ട്. ഫുള്ള് മുന്താണി ഇങ്ങനെ. ഞാൻ വെറും എന്ന് പറയണതൊന്നും തോന്നരുത് കേട്ടോ. കട തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ എല്ലാ ഡ്രസ്സിനും വെറും എന്ന് പറയണേ. ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞില്ലേ ചോദിക്കും, ഇന്നും വെറും പറയാത്ത എണ്ണാണ്. അല്ലാണ്ട് എനിക്ക് 3000 എൻ്റെ പൊന്ന് ദൈവം 10 രൂപയ്ക്ക് വരെ എനിക്ക് വിലയുള്ള കേട്ടോ. ഞാൻ ചത്ത് കിടന്ന് പണിതുണ്ടാക്കിയ കാശ് അതേ ഇവിടെയൊക്കെ കൈ പൊട്ടിയായിരുന്നു പണ്ടിരിക്കണം. എനിക്ക് തുണി വെട്ടാൻ പോയിട്ട് ഞാൻ പണിയെടുക്കില്ലാത്ത ആളായിരുന്നു. തുണി രാത്രി എവിടെയും പോയി വെട്ടിയേ കത്രിയെ പിടിച്ച് ഞാൻ എല്ലാവരെയും കാണിച്ചു കൊടുക്കുമായിരുന്നു. വലിയ അത്ഭുതം പോലെ. ഞാൻ പണിയെടുക്കുമല്ലോ, ഇങ്ങനെ ഇവിടെ തൊലി പോലും പോയത്. അങ്ങനെ പണിയെടുത്തുണ്ടാക്കിയതല്ലാണ്ട് ഈ കടയിൽ ഒന്നുമില്ല കേട്ടോ. പ്ലെയിൻ ബ്ലൗസ് പീസ്. ഇത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്താ. ഇതിന് ബ്ലൗസ് പ്ലെയിൻ അല്ലേ? അല്ലേ? ഇതല്ല ബ്ലൗസ്. ഇതാട്ടോ ഇതിൻ്റെ ബ്ലൗസ്. റണ്ണിങ് തന്നെയാലോ ഇതിൻ്റെ ബ്ലൗസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കമൻറ്റ് വരുമ്പോൾ നമുക്ക് എനിക്ക് ഫീലിങ്സ് ഒന്നുമില്ല കേട്ടോ. അവർക്കാ ഫീലിങ്സ്, ഈ പിള്ളേർക്കാ ഫീലിങ്സ്. അവരാ പറഞ്ഞ ചേച്ചീനെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. ആ കമൻറ്റിന് മറുപടി ഒന്നും പറയണം ഞാനല്ല. ഒന്നല്ലേ കസ്റ്റമേഴ്സ് അല്ലേ ഇവിടുത്തെ പിള്ളേരായിരിക്കും. എനിക്കിതൊന്നും കുലുക്ക് കേൾക്കൂല. ഒന്നും കേൾക്കൂല. എന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. നിങ്ങൾ തുണിയെടുത്താൽ മതി, എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഇതിലൊക്കെ എന്താ കാര്യമുള്ളത്? എന്തെങ്കിലും കമൻറ്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്നാ കുഴപ്പം? ഇത് തന്നെയാട്ടോ, റണ്ണിങ് തന്നെയാട്ടോ ബ്ലൗസ് പീസും. നല്ല കളേഴ്സ് കേട്ടോ, നല്ല സൂപ്പർ കളേഴ്സ്. അതിൽ ആ വർക്ക് നീ എടുത്ത് കാണിക്കണില്ല. അപ്പോൾ റണ്ണിങ് തന്നെ ബ്ലൗസ് ആയാലും കുഴപ്പമില്ലായിരിക്കും. നമുക്കിങ്ങനെ നോക്കിയാലിങ്ങനെ ശരിക്കും നോക്കിയാലേ കാണാവുള്ളൂ. ഇതൊരു ആൻറ്റിക് സെറി വർക്കാണ്. ഗോൾഡൻ എന്ന് പറഞ്ഞാൽ പക്ക ആൻറ്റിക്ക കളർ. നല്ല കളേഴ്സ്. ആ പുതിയ ടെസറിൻ്റെ രൂപമാറ്റം കേട്ടോ. പഴയതിനെ മാറിയിട്ട് പുതിയ ഇറക്കുമതിയാണ്. അപ്പോൾ നമുക്ക്
നമുക്ക് എപ്പോഴും ടെസറിൻ്റെ സാരി ഇങ്ങനെ പ്രസൻറ്റ് കൊടുക്കാനും ഫങ്ഷൻ കൊടുക്കാനും സിമ്പിളല്ലേ, വർക്കൊന്നുമില്ല, സിമ്പിളാണ്. നല്ല കളർ ചാർട്ട് വന്നിറങ്ങിയ വഴിയെ കൈ കിട്ടിയതാണ്. ഒറിജിനൽ ടെസറൊക്കെ ആട്ടോ. അടിപൊളി സംഭവമാണ്. ഇനി തെപ്ചി കോട്ടയുടെ ബ്ലൗസ് പീസ് ക്രീമായിരിക്കും അല്ലേ. തെപ്ചി കോട്ടയ്ക്ക് കനേയില്ല കേട്ടോ, സൂപ്പർ സംഭവം. ബ്ലൗസ് പീസ് തേക്രി ഇതാട്ടോ ബ്ലൗസ്. ബോർഡറിലും ഇങ്ങനെ വരും. എത്ര? തെപ്ചിക്കോട്ട 2000-ക്ക് വിറ്റുകൊണ്ടിരുന്ന 2-3 ചട്ട ഇങ്ങനെ 1500-ക്ക് കിട്ടിയത്. കഴിഞ്ഞ ദിവസം കാണിച്ചതിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല, റീസ്റ്റോക്ക് വെച്ചിട്ടും അധികം കിട്ടിയിട്ടില്ല. 1599 ഉള്ളൂ. പെട്ടെന്ന് എടുത്തു, കനയില്ല, ഭയങ്കര രസം. അത് ഇതിൻ്റെയൊക്കെ പ്രിന്റ് കാണതേ, നല്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റ്. നല്ല ഒരു കാലത്ത് ഫാഷൻ പോകില്ല. 1599 ഉള്ളൂ. ബ്ലൗസ് പീസിനാണ് ഏറ്റവും രസം. ഇതിൽ ഈ ഫ്ലോറൽ പ്രിന്റ് ഇല്ലാണ്ടാണ് ബ്ലൗസ് കൊടുത്തേക്കണേ. പ്ലെയിൻ ക്രീമിൽ അത് കണ്ടോ, എല്ലാ ബ്ലൗസിൽ ആ പ്രിന്റ് ഇല്ല. എല്ലാം അടിപൊളിയാണ്. ഈ 1599 സൂപ്പറാട്ടോ. യേശുവിൻ്റെ കൃപയാൽ ഇങ്ങനെ മനോഹരമായ സാധനമൊക്കെ കാണിക്കാൻ കിട്ടുന്നുണ്ട്. അതൊരു വലിയ അനുഗ്രഹം. ഇതൊക്കെ പെട്ടെന്ന് പോകും കേട്ടോ. വെബ്സൈറ്റിൽ ചാടി എടുത്തോ, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പർ 4 പേരെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് വാട്സപ്പ് കോൾ വിളിച്ചാൽ മതി. 10 മണി മുതൽ 6 മണി വരെയുണ്ട്. ഇനി കാണിക്കണ സംഭവം കണ്ടാൽ നിങ്ങൾ ഞെട്ടു കേട്ടോ. ഇതിൻ്റെ വിലയുടെ കണ്ട ഞാനും ഭയങ്കര ടെൻഷൻ അടിച്ചു. കാരണം ഇതിൽ ഒത്തിരി വിലയ്ക്ക് നമുക്ക് കിട്ടിയേക്കണം. നമ്മൾ 2 വശത്തും വർക്കുണ്ടെന്നേ എനിക്കറിയാൻ പാടില്ല. ഇതെങ്ങനെ കോമ്പറ്റീഷനിൽ വരുമ്പോൾ ഇങ്ങനെ എവിടെ കാണിക്കണേ, ഈ ക്രഷ്ഡ് സിൽക്കിൽ ഈ വശം എംബ്രോയ്ഡറി, അതിൻ്റെ ഉള്ളിൽ എംബ്രോയ്ഡറി, ഈ വശം എംബ്രോയ്ഡറി, ബ്ലൗസ് പീസ് സെപ്പറേറ്റ് ഇങ്ങനെ. അത് ഇതിൻ്റെ വർക്ക് എന്ത് രസമാണെന്ന് നോക്കുക. അതിൻ്റെ വില നിങ്ങൾക്കൊന്ന് പറയാമോ? നമ്മളെല്ലാം 2000-ക്ക് എല്ലാം 2000-ക്കല്ലേ കൊടുത്തേക്കണേ. 1399 ഉള്ളൂ. 1399 രൂപ. ഞാൻ പറഞ്ഞു, ഞാനപ്പം നേരത്തെ കൊടുത്തവരെ, പിന്നെ യോഗത്തിന് അതൊക്കെ കട്ട് വർക്കൊക്കെ ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു ചാടി ഞാൻ അതിൻ്റെ കെട്ടെടുത്തു. കാരണം ഇത്രയും 2300 2800 ഒക്കെ അല്ലേ നമ്മൾ, ഇത്രയും ഡിഫറൻസിൽ സെയിം മെറ്റീരിയൽ. അതും ഇതിൻ്റെ എംബ്രോയ്ഡറി എന്ത് രസം നോക്ക്, കാരണം എന്ത് ഭംഗിയാണ്. നോക്കിയേ എംബ്രോയ്ഡറി, നോക്കിയേ. ഇത് നമുക്ക് കുറേ സാരി ആയിട്ട് കൊടുക്കാൻ കുറേ. അത് കഴിഞ്ഞ് എല്ലാത്തിൻ്റെയും ബ്ലൗസ് ഇങ്ങനെയാണ് കേട്ടോ, സെപ്പറേറ്റ് ഇതില്ല. ഫങ്ഷൻ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചുരിദാർ അടിക്കണമെങ്കിൽ അടിക്കാം, ഷോളാ, ലാച്ച, ഇത് എന്തിനു വേണേലും ഉപയോഗിക്കാം. എല്ലാ കളറും ഭയങ്കര ഗ്രാൻഡ്. ഇത് ഓരോ കളർ എടുക്കുമ്പോഴും ഇത് മൊത്തം വെബ്സൈറ്റിൽ എടുക്കുന്നൊരു വെബ്സൈറ്റിൽ എടുത്തോട്ടോ. ഇത് കാരണം ഈ അല്ലാണ്ട് ചോദിക്കുമ്പോഴൊക്കെ കിട്ടുമോ മൊത്തം പടിയായിരിക്കും. കാരണം ഈ വിലയ്ക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ അതിശയപ്പെട്ടു. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് നോക്ക്, വർക്കൊക്കെ കേട്ടോ. ഇത് മുത്തു വെച്ചതാണെന്ന് ഞാൻ ആദ്യം ഓർത്ത്. അതുപോലെ ഭംഗി. ഞാൻ ഇത്രയും പുകഴ്ത്തി പറയുമ്പോൾ ഈ വിലയ്ക്കും ഇതിനും എന്തെങ്കിലും പ്രത്യേകത ഇല്ലാണ്ട് ഞാൻ ഇത്രയും പുകഴ്ത്തി പറയില്ലെന്ന് എല്ലാവർക്കും അറിയാം. എനിക്ക് ഈ വിലയും ഈ എംബ്രോയ്ഡറിയുടെ കണ്ടപ്പോൾ ഭയങ്കര, അതും അപ്ഡേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് മെറ്റീരിയലാണ്. 1399 ബ്ലൗസ് പീസ് കേട്ടോ. ബ്ലൗസ് പീസ് ആദ്യം തന്നെ $1399 ഉള്ളൂ. അടിപൊളി സംഭവം കേട്ടോ.
സൂപ്പർ സംഭവമാണ്. നല്ല കളറല്ലേ, അടിപൊളി സംഭവമല്ലേ. അതേ നോക്ക് ഏതാ മോശം. അപ്പം അതാ പറഞ്ഞാൽ പെട്ടെന്ന് എടുത്തോന്നു. നല്ല സൂപ്പറാണ്. ഇത് വിഷുവിനും എടുക്കാം, ഈസ്റ്ററിനും എടുക്കാം. നല്ലൊരു എംബ്രോയ്ഡറി സാരി കേട്ടോ. ഇത്രയും വീതിക്ക് എംബ്രോയ്ഡറി ഉണ്ട്. നമുക്കൊരു ഫങ്ഷനൊക്കെ കൊടുത്തുകൊണ്ട് പോകാം. ബേജ് കളർ, നമ്മുടെ രാജീയ കളർ, ട്രഡീഷണൽ കളർ, നമ്മുടെ ട്രഡീഷണൽ കളർ കേരള ക്രീം. ഇതിനും 1399 ഉള്ളൂ. ഇത് അതിൻ്റെ വേറെ ഷെയ്ഡ് കേട്ടോ, വേറെ എംബ്രോയ്ഡറി. ഇതൊരു ഭംഗിയാട്ടോ. എൻ്റെ ബ്ലൗസ് പീസ് എന്നാ നോക്കട്ടെ കേട്ടോ. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിരിക്കാനാണ് ചാൻസ് അല്ലേ? ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിരിക്കും. പ്ലെയിനാ കൊണ്ടൊന്നും നോക്കിയില്ല. ബ്ലൗസിൽ കളർക്കണമെന്ന് നോക്കിയേക്കണം. ഇനി നമുക്ക് ഗുഡ് ഫ്രൈഡേക്കും അല്ലാണ്ട് യൂസ് ചെയ്യാം ബ്ലാക്ക് സാരി. ബ്ലാക്കിൽ വൈറ്റ് എപ്പോഴും ഒരു ഭയങ്കര ഒരു സംഭവമല്ലേ. 999. അത്രേ ഉള്ളൂ. ബ്ലാക്കിന് 999 ഉള്ളൂ. പ്ലെയിൻ ബ്ലൗസ് പീസ്. ഫുള്ളി വർക്കാണോ? പ്ലീസിൻ്റെ ഉള്ളിൽ വരില്ല കേട്ടോ, അല്ലാത്തവിടെ അപ്പടി വർക്കുണ്ട് കേട്ടോ. കുറേ കഴിയുമ്പോൾ നമുക്ക് ചുരിദാർ വെട്ടി തയ്ക്കാവേ, അതിൻ്റെ വേറെ ഡിസൈൻ. വൈറ്റ് സാരി വേണ്ടേ? ഫുൾക്കാരിയുടെ വൈറ്റ് സാരി. ഇങ്ങനെ ഫുൾക്കാരി നെറ്റിയിലെടുത്തിട്ട് ചുറ്റും ലേസൊക്കെ വെച്ച് റണ്ണിങ് ഒക്കെ ആക്കി നമുക്കിങ്ങനെ തയ്ച്ചിടുമ്പോൾ ഇതിലും വിലയാവും. എത്ര? ഇത് 1150. ഇന്നത്തെ സാരി എല്ലാം നല്ലതല്ലേ, ഒരു പീസ് പോലും കൊള്ളാത്തയില്ലല്ലോ. ഇങ്ങനത്തെ അതിമനോഹരമായത് ചെയ്യണം. അപ്പോൾ ഉള്ള നേരത്തെ എടുത്തു. നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ഒരു കടയിൽ പോയി ഒന്നും എടുക്കാൻ പറ്റില്ല. അതുപോലെ പറക്കി എത്ര കട നടന്നിട്ടാണ് എടുക്കണേന്ന് അറിയാമോ? ഒരു ഷോപ്പിൽ കൂടെ പറക്കി എന്നെ കാണുന്നത് തന്നെ ആർക്കും വലിയ ഇഷ്ടമല്ല. കുറോശം എടുക്കുള്ളൂ പറക്കി. അപ്പോൾ ഇങ്ങനെ പറക്കി കൊണ്ടുവന്നതെന്നാണ് നിങ്ങൾ ഒന്നുകൂടെ ചൂസ് ചെയ്യണമെന്ന് നോക്കണം. അപ്പോൾ പെട്ടെന്ന് എടുത്തോ. വെബ്സൈറ്റ് എടുക്കുന്നവർ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുപുരം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.